നമസ്കാരം. കർണാടകയിലെ ഹിസ്റ്റോറിക്കൽ പ്ലേസായ ഹംപിയിലുള്ളത്. ഹംപിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിന്ന് മടങ്ങുകയാണ്. ഞങ്ങളിന്ന് നേരെ ഹുബ്ബള്ളിയിലേക്കൊരു യാത്ര പോവുകയാണ്. ഇവിടെ ഹംപിയിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ റൂമൊക്കെ എടുത്ത് താമസിച്ചത് ഈ ഒരു ഗള്ളിയുടെ ഭാഗത്താണ്. അതൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. സമയം രാവിലെ കറക്റ്റ് 5:50 ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഹൊസാപ്പേട്ടിലേക്ക് പോകുന്ന ബസ് 6:30 ഇപ്പോൾ സമയം ഒരുപാടുണ്ടല്ലോ. നമുക്ക് ആദ്യം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ചെറിയൊരു ഭാഗം വരെ നടന്നിട്ടൊന്ന് വരാം. എന്നിട്ട് നേരെ ഒരു പാറേൻ്റെ മേലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഈ ഒരു വ്യൂ ഒക്കെ രാവിലത്തെ ഒരു വ്യൂ ഒന്ന് കാണാം. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ഇതാണ് വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ മുഴുവനായിട്ടുള്ളൊരു കാഴ്ച. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾ ഹംപിയിലത്തെ പാർട്ട് 1 മുഴുവനായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതുവഴി നേരെ നമുക്ക് ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറാം. അവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. ഹംപിയിൽ വന്നു കഴിഞ്ഞാൽ സൂര്യോദയം സൂര്യാസ്തമയം കാണാൻ പറ്റിയ 2 നല്ല സ്ഥലങ്ങളാണ് മാതംഗ ഹില്ലും അതുപോലെ തന്നെ ഹേമകുട ഹിൽസും. ഞങ്ങളിപ്പോൾ ഉള്ളത് ഹേമകുട ഹിൽസിൻ്റെ ഇവിടെയാണ്. ഇവിടുന്ന് കാണുന്ന ഒരു വലിയൊരു കാഴ്ച ഇതാണ്. നമ്മളിപ്പോൾ പകുതി മാത്രമേ കയറിയിട്ടുള്ളൂ. ഇനിയും കുറച്ചും കൂടെ കയറാനുണ്ട്. ഇവിടെയൊക്കെ വലിയ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്ത് എന്ത് വലിയ പാറകളല്ലേ നവിയതല്ല. അത് നമ്മുടെ പാർട്ട് 1 കാഴ്ചയുണ്ട്, ഹംപി കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ മാതംഗ ഹിൽസിന്റെ കാര്യം പറഞ്ഞില്ല, അത് നമ്മുടെ അച്യുതരായ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്താണ്. നമുക്ക് അതിന് മാതംഗ ഹിൽസിന്റെ മുകളിൽ കയറുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ അത്ര എളുപ്പമല്ല കേട്ടോ. ഏറെക്കുറെ ഇപ്പം ഞങ്ങൾ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ മുഴുവനായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. 6:10 സമയം. ഇപ്പോൾ ഒരു 6:35-40 ആകുമ്പോഴേ നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു ഭാഗത്തായിരിക്കാം മാതംഗ ഹില്ല് വരുന്നത്. അതുപോലെ തന്നെ ഹംപിയുടെ ഈ ഒരു ഭാഗത്തിനോടൊക്കെ ഞങ്ങൾ വിട പറയുകയാണ്. ഞങ്ങൾ യാത്ര ചെയ്തതിൽ വെച്ച് തന്നെ ഞങ്ങളുടെ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ഹംപി എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും വരാൻ തോന്നിക്കുന്ന ഒരു സ്ഥലം അല്ലേ? ഞങ്ങൾ മിക്കവാറും വീണ്ടും വരും. അതുപോലെ തന്നെ ഈ കല്ലുകളിൽ നോക്കി വന്ന് ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് അറിയോ? ഇതൊക്കെ എങ്ങനെ ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നല്ലേ? അത് മാത്രല്ല, അതിന്റെ ആ കല്ലിന്റെ താഴത്തിൽ, വലിയ കല്ലിന്റെ താഴെ നിൽക്കുന്നത് ഒരു കുഞ്ഞു കല്ല്. അതിനെ താങ്ങി നിർത്തുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് അവിടെ ആയാലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് താഴോട്ട് ഇറങ്ങാം. ബസ് സ്റ്റോപ്പ് ഏകദേശം ഒരു 650 മീറ്ററേ ഉള്ളൂ. നടന്നിട്ട് പോവാം. ഹംപിയിൽ നിന്നും ഞങ്ങൾ ആദ്യം പോകുന്നത് ഹൊസാപ്പേട്ടിലേക്കാണ്. ഹൊസാപ്പേട്ടിൽ നിന്നാണ് ട്രെയിൻ കയറി നേരെ ഹുബ്ബള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് രാവിലെ 6:30 ഒരു ബസ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് അവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ച സമയത്ത് 6:30 പറഞ്ഞത്. നമുക്ക് ഹംപിയുടെ കാര്യം ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് 2ാമത്തെ പാട്ട് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ മറ്റേ കമലാപുരയിലൊക്കെ പോയി ഇങ്ങോട്ട് ബസ് നോക്കിയ സമയത്ത് വൈകുന്നേരം ബസ്സേ ഉണ്ടായില്ല. കാരണം ഇങ്ങോട്ടെന്ന് വെച്ചാൽ ബസ്സുകൾ കുറവാണ്. നമുക്ക് ഇവിടുത്തെ ലോങ്ങസ്റ്റ് വണ്ടികളൊന്നും അധികം കിട്ടൂല. ഈ ഹംപി തന്നെ ഒരുപാട് എന്താ പറയുക, നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പരിമിതികളുണ്ട്. ഇപ്പം മനുവിൻ്റെ നെറ്റ്വർക്ക് VI ആണ്, ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല. എനിക്ക് എയർടെല്ലിലുണ്ട് റേഞ്ച് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫുഡ് കോർട്ടുകളൊക്കെ കുറവാണ്. അപ്പോൾ എന്തൊക്കെയോ ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെ. പിന്നെ നിങ്ങൾക്കുണ്ടല്ലോ ഇവിടെ നേരെ കമലാപൂരിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ ഇഷ്ടം പോലെ ബസ് കിട്ടിക്കോളും. ഇവിടെയാണ് ആ ഒരു ബസ്സൊക്കെ നിൽക്കുന്ന ചെറിയൊരു സ്റ്റാൻഡ്. അവിടെ ഓട്ടോക്കാരും ഉണ്ടാവും. മിക്കവാറും അവർ നമ്മൾ പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ വിടൂല. എവിടെ പോകണം? നേരെ ഹൊസപ്പേട്ടിലേക്ക് 300 രൂപ എന്നൊക്കെ പറയും. പിന്നെ ഇവിടുന്ന് കമലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓട്ടോക്ക് 150 രൂപ ആ ഒരു റേഞ്ചിലാണ് വരിക. അപ്പോൾ ഈ ഒരു മുൻഭാഗത്തു നിന്നാണ് നമുക്കിനി പോകാനുള്ള ബസ് വരാനായിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഹൊസാപ്പേട്ടിലേക്കുള്ള ബസ് വന്നിരിക്കുകയാണ്. 6:33 സമയം. ഇപ്പോഴാണിതാ ഇവിടുന്ന് വണ്ടി എടുക്കുന്നത്. പൈസ കൊടുത്തോ? ഡ്രൈവർക്കാണ് പോയിട്ട് പൈസ കൊടുക്കേണ്ടത്, കണ്ടക്ടർ ഇല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബസ് കിട്ടും ഹൊസാപ്പേട്ടിലേക്കുള്ള. ആരും തന്നെ ഇല്ല ബസ്സിലൊന്നും, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങോട്ട് ബസ്സിന് വരുമ്പോൾ
18 രൂപയുണ്ടത്, അങ്ങോട്ട് പോകുമ്പോൾ 20 രൂപയായി, 40 രൂപ രണ്ടുപേർക്കും കൂടെ. അരമണിക്കൂർ യാത്രയാണ് ഹംപി ടു ഹൊസപ്പേട്ട് വരുന്നത്. ഇത് നേരെ ഹംപിയിലേക്ക് പോകുന്ന ബസ്സാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 12ാം നമ്പർ പ്ലാറ്റ്ഫോം ഉള്ള ഈ ഒരു ഭാഗത്താണ് വരേണ്ടത്. ഇതാണ് നേരെ ഹംപിയിലേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തുന്ന ആ ഒരു ഭാഗം. 12. അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട് ഈ ബസ്സിൽ. ബെല്ലാരി ബസ്സാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു ഹുബ്ബള്ളിയിലേക്കൊക്കെ പോകാനുള്ള ബസ്സൊക്കെ കിട്ടും. അതൊക്കെ ആ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു നിർത്തുക. എല്ലാ ഭാഗത്തേക്കും കിട്ടും ബസ് ഇവിടുന്ന്. കർണാടകയുടെ ഉരുക്ക് നഗരം എന്നാണ് ഹൊസപ്പേട്ടിനെ അറിയപ്പെടുന്നത്. ഇവിടെ ഒരുപാട് സ്റ്റീൽ പ്ലാന്റ് ഒക്കെ ഉണ്ട്. ഈ ബസ് സ്റ്റാൻഡിന്റെ പേര് തന്നെയുണ്ട് JSW, വിജയനഗർ ബസ് ടെർമിനൽ ഹൊസപ്പേട്ടെ. ഇത് ബെല്ലാരി ബസ്സാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. രാവിലെ ഇവിടെ തന്നെ ഒരു ഉടുപ്പി ഹോട്ടലുണ്ട്. ഇവിടുന്ന് നേരെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് നടന്നു പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വണ്ടിയുണ്ട്. 2 സെറ്റ് ഇഡ്ഡലിയാണ് വാങ്ങിച്ചത്. 2 ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലുണ്ട് ഒരു വാഴ ഇലയൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ നല്ല ഇഡ്ഡലി കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. വിജയനഗര ജില്ലയുടെ ആസ്ഥാനമാണ് ഹൊസപ്പേട്ട്. ഞങ്ങളിന്ന് കഴിച്ച ഇഡ്ഡലി ഇല്ലേ, അതിന് രണ്ടിനും കൂടിയിട്ട് 60 രൂപയതേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഹംപിയിലേക്ക് പോകുമ്പോൾ ഇതേ ഹോട്ടലിൽ തന്നെയാണ് കഴിച്ചത്. അതിൻ്റെ കൂടെ 2 വടയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് രണ്ടിനും കൂടിയിട്ട് 130 ആയത്. അതായത് ഒരു വടക്ക് തന്നെ ഏകദേശം 35. കാരണം 70 രൂപ വ്യത്യാസം വരുന്നുണ്ടല്ലോ. 35 രൂപ എടുത്തല്ലേ വട. അപ്പൊ ഞങ്ങള് അതുകൊണ്ടല്ല, ഞങ്ങൾക്ക് നല്ല ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. ഈ എണ്ണ ആയതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിയതാണ്. അത് വലിയ വടയും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇത്തവണ വട വേണ്ടാന്ന് കരുതി. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ. ഈ നേരെയുള്ള റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ വെൽക്കംസ് യു. ഇവിടെയാണ് ഹൊസപ്പേട്ടെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറമേ ഉള്ള ഒരു കാഴ്ച. ഈ വഴിയാണ് ഇപ്പോൾ വന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ട്രെയിൻ വന്നതേ ഉള്ളൂ, ഹംപി എക്സ്പ്രസ്. അതിൻ്റെ തിരക്കാണ് കാണുന്നത്. ഇവിടുത്തെ തിരക്കിപ്പോൾ ഇങ്ങനെയാണ്, നല്ല ക്രൗഡാണ്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയാണ്. ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ ഒരുപാട് കൊത്തുപണികളൊക്കെ കണ്ട ക്ഷേത്രത്തിൻ്റെയൊക്കെ മാതൃക തന്നെയാണ്. ഇതാ കാണുന്നില്ലേ. ഇനിയിപ്പോൾ അകത്തോട്ട് കാരണം. അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ IRCTC റിട്ടയർ റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഡിലക്സ് റൂമും എക്സിക്യൂട്ടീവ് റൂംസും ആണ് ഉള്ളത്. പക്ഷെ ഡോർമെട്രി ഒന്നും ഇല്ല ഇവിടെ. IRCTC റിട്ടയറിംഗ് റൂംസ് ഇവിടെയാണ് അതൊക്കെ വരുന്നത്. നിങ്ങൾ ഹംപിയിൽ റൂം എടുക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ വേണമെങ്കിൽ ഇവിടുത്തെ റിട്ടയർ റൂം എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ പുറത്ത് ഇവിടെ ഹൊസപ്പേട്ടിൽ തന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കത്ത് റേറ്റ് ആണ്. 24 മണിക്കൂർ ഡിലക്സ് റൂമിന് തന്നെ 2999, 3000 രൂപ തന്നെ വരുന്നുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ എല്ലാവർക്കും. ഇവിടെ ഡോർമെട്രി ഒന്നും നമ്മൾ നോക്കിയ സമയത്ത് കണ്ടില്ല. അതുപോലെ തന്നെ ഹംപിയേക്കാളും കൂടുതൽ നമുക്ക് ലോഡ്ജായാലും ഹോട്ടലുകളായിട്ട് താമസിക്കേണ്ട സ്റ്റേ സംവിധാനം ഉള്ളത് ഹോസ്പിറ്റലാണുള്ളത്. ഇവിടെ താമസിച്ച് നിങ്ങൾക്ക് എന്താ പറയുക, ബസ്സിനോ അല്ല രീതി അങ്ങോട്ട് പോയി വരാം. പിന്നെ ഞങ്ങളുണ്ടല്ലോ ഈ പറഞ്ഞ ഹംപിയിൽ താമസിക്കാൻ കാരണം തന്നെ നമുക്ക് അവിടെ താമസിച്ച് പിന്നെ തിരക്ക് പിടിച്ചിങ്ങോട്ട് മാറി വരണ്ടേ. അത് വെച്ചിട്ട് തന്നെയാണ് ഹംപിയിൽ നിന്ന്. ഹംപിയിലും ഒരുപാട് ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. ഹംപിയിൽ ഞങ്ങൾക്ക് തന്നെ റൂം കിട്ടിയത് 750 രൂപക്കാണ്. അപ്പോൾ ആ ഒരു ബാർഗൈൻ ചെയ്ത് എത്രത്തോളം നിങ്ങൾക്ക് ബാർഗൈൻ ചെയ്ത് അത്രത്തോളം കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് അവിടെ റൂം കിട്ടും. ഇല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല കത്ത് റേറ്റ് ആയിരിക്കും അവർ പറയുന്നത്. ബാർഗൈൻ ചെയ്യാം മാക്സിമം. ഹൊസപ്പേട്ട എന്ന് പറഞ്ഞാൽ പുതിയ സിറ്റി എന്നാണ് അർത്ഥം വരുന്നത്. ഹൊസ എന്ന് പറയുന്നത് പുതിയ, പേട്ട എന്ന് പറയുന്നത് സിറ്റി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ നേരെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. ഹൊസപ്പേട്ടെ ജംഗ്ഷൻ. ഈ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് HPT എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ടോട്ടലി 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. 2 പേര് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ 2-3 ട്രെയിനൊക്കെ വരാനുണ്ട്. നമുക്ക് പോകാനുള്ള ട്രെയിൻ വരാനായിട്ടില്ല. ഇപ്പോൾ ഒരു സിദ്ധാനൂർ എക്സ്പ്രസ് അല്ലേ, അത് ഇവിടത്തേക്ക് 17 കിലോമീറ്റർ ഉണ്ട് വരാൻ വേണ്ടി. ചെന്തൂരിൽ നിന്ന് വരുന്ന വണ്ടി അതിപ്പോൾ ഇതുവഴി കടന്നു പോകും. നമുക്കങ്ങ് അവിടെ ഒരു വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ട്, അവിടെ പോയിരിക്കാം. ಗಂಗಾವತಿ ಮಾರ್ಗವಾಗಿ ಹೋಗುವ ಗಾಡಿ ಸಂಖ್ಯೆ 1654 ಯಶವಂತಪುರ ಜಂಕ್ಷನ್ ಕಾರಟಗಿ ಎಕ್ಸ್ಪ್ರೆಸ್ 1ನೇ ಪ್ಲಾಟ್ಫಾರ್ಮ್ಗೆ ಸ್ವಲ್ಪ ಸಮಯದಲ್ಲಿ ಬಂದು ಸೇರಲಿದೆ. ಯಾತ್ರಿಗಳು ಕೃಪಯ ಧ್ಯಾನ. ഇതിലിപ്പോൾ സിദ്ധാനൂർ എന്ന് പറയുന്നില്ല, കാരട്ടകി എന്നാണ് പറയുന്നത്. കാരണം അത് കാരട്ടകിന്ന് സിദ്ധാനൂരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ വരും. ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ ഹംപിയിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ 2 ട്രെയിൻ എടുക്കുക. ഒന്ന് ഹംപി എക്സ്പ്രസ് ഉണ്ട്, മറ്റൊന്ന് സിദ്ധാനൂർ എക്സ്പ്രസ് ഉണ്ട്. ഇത് യശ്വന്ത്പൂരിൽ നിന്നാണ് പുറപ്പെടുക. ഇത് 8:25 എല്ലാ ദിവസവും ഉള്ള വണ്ടിയാണ്.
ഹംപി എക്സ്പ്രസ് ആണെങ്കിൽ മൈസൂരിൽ നിന്നാണ് പുറപ്പെടുക. അത് രാത്രി 9:50 KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലെത്തും. ഇത് രണ്ടും വേറെ വേറെ റൂട്ട് വഴി വരുന്ന വണ്ടികളാണ്. ഡീസൽ ലോക്കോമോട്ടീവ് ആണ്. WDP4. കൃഷ്ണരാജപുരം. ഇതിന്റെ അൺറിസേർവ്ഡിലൊന്നും വലിയ തിരക്കേ ഇല്ല. ഇത് ഉത്കൃഷ്ട കോച്ചാണ്. ഹംപി എക്സ്പ്രസ് ആണെങ്കിൽ നല്ല അടിപൊളി LHP ആണ്. തിരക്ക് എന്തായാലും ഇവിടം വരെ ഉണ്ടാവുള്ളൂ വണ്ടികൾക്കെല്ലാം. ಪ್ರಯಾಣಿಕರೇ ದಯವಿಟ್ಟು ಗಮನಿಸಿ, ಕೊಪ್ಪಲ್ ಗದಗ್ ಜಂಕ್ಷನ್ ಮಾರ್ಗವಾಗಿ ಹೋಗುವ ಗಾಡಿ ಸಂಖ್ಯೆ 172225 ನರಸಾಪುರ್ ಹುಬ್ಳಿ ಅಮರಾವತಿ ಎಕ್ಸ್ಪ್ರೆಸ್ 1ನೇ ಪ್ಲಾಟ್ಫಾರ್ಮ್ಗೆ ಸ್ವಲ್ಪ ಸಮಯದಲ್ಲಿ ಬಂದು ಸೇರಲಿದೆ. നമ്മളിനിപ്പോ ഈ ഒരു അമരാവതി എക്സ്പ്രസിനാണ് ട്രാവൽ ചെയ്യുന്നത്. 172-25. ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന അമരാവതി എക്സ്പ്രസ് ഇല്ലേ, അത് നരസപ്പൂർന്ന് വരുന്ന ട്രെയിനാണ്. അതായത് ആന്ധ്രാപ്രദേശിലത്തെ ഒരു സ്ഥലമാണ്. വിജയവാഡയിൽ നിന്ന് ഒരു 135 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു നരസാപൂർ വരുന്നത്. സ്ലീപ്പറാണ് ഇവിടെ. അല്ല, ഇവിടെയും അൺറിസർവ്ഡ് ഒക്കെ വരുന്നുണ്ട്. ലേഡീസ് ഓൺലിയാ. ഇതിൽ കയറാം. ഞങ്ങൾ ഈ ഒരു അൺറിസർവ്ഡ് ക്ലാസ്സിൽ കയറി. ഞങ്ങൾക്ക് ഹുബ്ബള്ളിയിലേക്ക് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 65 രൂപയാണ്. കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സൈഡ് ഭാഗത്ത് തന്നെ വിൻഡോന്റെ അടുത്ത് തന്നെ ഒരാൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. എനിക്ക് കിട്ടിയില്ല. നമുക്ക് ഇവിടുന്ന് ഒരു 142 കിലോമീറ്റർ പോകാനുണ്ട്. സീറ്റ് വലിയ തിരക്കൊന്നുമില്ല, കുഴപ്പമില്ല. 9:03 ഇവിടുന്ന് നമ്മൾ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 142 കിലോമീറ്റർ ഉണ്ട് ഹുബ്ബള്ളിയിലേക്ക് എത്താൻ വേണ്ടി. ഈ ഒരു സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കർണാടകയിലത്തെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ തുംഗഭദ്ര നമ്മൾ കാണും. ഹൊസപേട്ടെ റെയിൽവേ സ്റ്റേഷനോട് വിടാം. ഇവിടെ മുഴുവനും കരിമ്പ് കൃഷിയാണ്. അത് കഴിഞ്ഞ് ഇവിടത്തോട്ട് വരുമ്പം വാഴ കൃഷി. ഇവിടെയും കരിമ്പ് തന്നെയാണ്. ഈ കരിമ്പ് അങ്ങുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഭൂരിഭാഗവും കരിമ്പ് തന്നെയാണ്. അങ്ങതാ അവിടെയോ തന്നെയാണ്. തുംഗഭദ്ര നദീന്റെ അവിടെ ഏകദേശം എത്താനായി. തുംഗഭദ്ര നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. നമ്മൾ ഹംപി യാത്രയിൽ അവിടെ നിന്ന് വെച്ച് കണ്ട അതേ നദി തന്നെയാണ്. നല്ല തണുത്ത വെള്ളമായിരിക്കും. ഓൾറെഡി ഇവിടെ നല്ല തണുത്ത കാറ്റാണ്. നല്ല ഒഴുക്കുണ്ട് ഇവിടെയൊക്കെ. ഇവിടെ എന്തൊക്കെയോ ഇതാ പൂജയൊക്കെ നടക്കുന്നുണ്ട് അവിടെ.
റിവർ കഴിഞ്ഞ ഉടനെ തന്നെ നല്ല കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. നെല്ലാണിത്. സമയം 9:15. മുനീറാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്പീഡ് കൂട്ടി. അങ്ങനെ ഒരു എമർജൻസി വിൻഡോനെ കിട്ടിയിരിക്കുകയാണ്. എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരൻ ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. ഇനിയിപ്പോൾ നല്ലൊരു കാഴ്ച ഇവിടെ തന്നെ എടുക്കുക. ആ ഡോറിന്റെ ഭാഗത്തേക്ക് പോകണമെന്നില്ല അല്ലേ നവി? ഇവിടെ ഇഡ്ഡലി വടയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ എന്താ പറയാ പേപ്പറിൽ പാർസൽ ചെയ്തിട്ട് ഇതൊക്കെ നല്ല കൂക്കുന്നൊക്കെ ഉണ്ടായില്ല അല്ലേ? ചാടി ഇറങ്ങിയത്. വണ്ടി എടുത്ത് പോവുകയാണ്. വീണ്ടും നല്ല കാഴ്ചകളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പാടത്തിന്റെ നടുഭാഗത്ത് ഈ തെങ്ങുകൾ കണ്ടാ അതങ്ങനെ കാണാൻ നല്ല രസമാണ്. അതുപോലെ അതിന്റെ നടുഭാഗത്ത് തന്നെ വീടുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ തൊട്ട് പുറകിലായി ഒരു വലിയ മലയൊക്കെ ഉണ്ട്. ഇതൊരു സ്റ്റേഷനാണ്. സ്കിപ്പ് ചെയ്യുക. അടുത്ത സ്റ്റേഷനിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഇതിലൂടെയാണ് റോഡൊക്കെ പോകുന്നത്. സമയം 9:39. കൊപ്പൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ വർക്കൊക്കെ നടക്കുകയാണ്. അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കൊപ്പൽ. റെനോവേഷൻ തന്നെയാണ് ഇതല്ലേ. ഇവിടെയൊക്കെ മണ്ണൊക്കെ മാറ്റിയിട്ടാണുള്ളത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനും ഇപ്പോൾ റെനോവേഷൻ തന്നെയാണല്ലോ. ഇത് പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു കെട്ടിടമാണ് അങ്ങ് അവിടെ നിങ്ങൾ കാണുന്നത്. അടിപൊളി. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങൊക്കെ പൊളിച്ച് മാറ്റി ഇപ്പോൾ സെറ്റപ്പ് ബിൽഡിങ്ങൊക്കെ ആക്കുന്നുണ്ട്. കൊപ്പൽ എന്ന് പറയുന്നത് ഒരു മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയൊരു പട്ടണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജൈനമതവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് കൊപ്പല്. ജൈനമതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രാർത്ഥനാ മന്ദിരങ്ങൾ ഈ പറഞ്ഞ കൊപ്പൽ എന്ന് പറഞ്ഞ നഗരത്തിലുണ്ട്. ഇവിടെയാണ് ആ കാണുന്ന മലനിരകൾ. ഈ റെയിൽവേ സ്റ്റേഷനിൽ നോക്കുമ്പോൾ തന്നെ നമുക്കത് കാണാം. ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് റോഡ് പോകുന്നത്. ഇത്ര നേരം ഒരു KSRTC ഉണ്ടായിരുന്നു, പെട്ടെന്ന് പോയി. നമ്മളും ഈ ഒരു വണ്ടിയും ഒപ്പത്തിനൊപ്പം. ചെറിയ രീതിയിൽ മഴക്കാറും ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഒരു മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ നല്ല കാറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെ വിൻഡ് മിൽസ് ഉണ്ട്.
ആ ഭാഗത്ത് മുഴുവനും അത് തന്നെയാണ്. ഹൊസൈപേട്ട ഹുബ്ബള്ളി റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഗദഗ്. ഗദഗ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം 10:45. ഇവിടെ ഈ ഒരു ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. ഇവിടെയും സ്റ്റേഷൻ്റെ വർക്ക് തന്നെയാണ് കാണുന്നത്. ഇതിൻ്റെ അകത്തേക്കൂടെ ചായയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ട്രെയിനിൽ നേരത്തെ കയറിയവരൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ തന്നെ ഇറങ്ങി. ഇനി ഇവിടുന്ന് ആദ്യം നല്ലൊരു തിരക്ക് എന്തായാലും വരും. വീട്ടിലിവിടെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഗദഗ് ജംഗ്ഷൻ വരാൻ കാരണം ഇപ്പൊ നമ്മൾ വന്നല്ലോ, കൊപ്പയിൽ നിന്ന് വന്നല്ലോ ഒരു റൂട്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പോകുന്ന ഹുബ്ബള്ളി, അതുപോലെ തന്നെ ഇവിടുന്ന് വേറൊരു റൂട്ട് പോകുന്നുണ്ട്, ബദാമി, അതുപോലെ തന്നെ ബഗൽകോട്ട്, വിജയപുര റൂട്ട്. നമ്മൾ ആ വഴി വിജയപുരക്ക് നമ്മുടെ വിജയപുര മംഗളൂരു സ്പെഷ്യൽ ഒരു വണ്ടി ഉണ്ടായില്ലേ, അതിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹുബ്ബള്ളിയിൽ നിന്ന് നമ്മൾ ഹൈദരാബാദിലേക്ക് ഒരു ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ ആ റൂട്ട് വഴിയാണ് പോകുന്നത്. ഇവിടുന്ന് 67 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ബദാമി എന്ന് പറഞ്ഞ സ്ഥലം. അത് നമ്മുടെ ഹംപിയെ പോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ചരിത്രപരമായ ഒരു സ്ഥലമാണ്. നല്ല തിരക്കായിട്ട് സമൂസയൊക്കെ പോകുന്നുണ്ട്. സമയം 11:15. അന്നിഗേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹുബ്ബള്ളി എത്തുന്നതിന് മുന്നേ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പാണിത്. ഇനി ഇവിടുന്ന് 35 കിലോമീറ്റർ ഉണ്ട് ഹുബ്ബള്ളിയിലേക്ക്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. സമയം 11:51. ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൊസൈപേട്ടിൽ നിന്നും 142 കിലോമീറ്ററാണ് നമ്മൾ യാത്ര ചെയ്തത്. നമ്മുടെ പ്ലാറ്റ്ഫോം എവിടെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ഇവിടെ മുതലേ തുടങ്ങി. കാരണം വേൾഡിലത്തെ ലോങ്സ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഉള്ളത് ഹുബ്ബള്ളിയിലാണ്. അപ്പോൾ അത് ഇവിടെ മുതലേ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നോക്കാം എവിടെയാണോ വരുന്നത്. അവിടെ ഏതൊക്കെയോ ട്രെയിനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ബാഗ് എടുത്ത് ഇറങ്ങാം. ട്രെയിൻ്റെ അകം കണ്ട മൊത്തത്തിൽ അലങ്കോലായിട്ടേ ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇത് ക്ലീനൊക്കെ ചെയ്തിട്ട് മെല്ലെ പോകുള്ളൂ അല്ലേ. നമ്മുടെ ട്രെയിൻ വന്നത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇത് 5-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ ടോട്ടലി 8 പ്ലാറ്റ്ഫോം ഉണ്ട്. പക്ഷേ 5 കഴിഞ്ഞാൽ പിന്നെ നേരെ ഇവിടെ വരുന്നത് 6-ാം നമ്പർ പ്ലാറ്റ്ഫോം അല്ല. അത് ചിലപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നവർക്ക് ഞങ്ങൾക്ക് അടക്കം ഭയങ്കരമായിട്ട് എന്താ പറയുക, മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 5 ഇവിടെ തീർന്നു. അപ്പൊ ബാക്കി ഒരു 3 വരുന്നുണ്ടല്ലോ. നമ്മുടെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം വരുന്നത് 1ഉം 8ഉം ചേർന്നതാണ്. ആ 8ന്റെ അപ്പുറത്ത്, അതായത് 1ന്റെ അപ്പുറത്ത് വരുന്നതാണ് ഈ പറഞ്ഞ 6ഉം 7ഉം.
റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ ഏതാ ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി ജംഗ്ഷൻ എന്നുള്ള നല്ലൊരു എഴുത്ത്. ഇവിടെയാണ് നമ്മുടെ ഫ്ലാഗൊക്കെ വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രി ഗേറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഇവിടുന്ന് താഴോട്ട് നോക്കുന്ന ഇവിടെ തന്നെയാണ് ഒരു ചെറിയൊരു ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ബസ് സ്റ്റേഷൻ. AC ബസ്സുകളാണ് ഇവിടെ മൊത്തം വരുന്നത്. അതെ, സിറ്റിൻ്റെ പല ഭാഗത്തേക്കുള്ള സർവീസുകളാണിത്. നിങ്ങളിവിടെ ട്രെയിൻ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ സിറ്റിൻ്റെ പല ഭാഗത്തേക്ക് ഈ ഒരു ബസ് വഴി നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് മൊത്തം AC വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ലോങ് വണ്ടികളൊന്നും അല്ല കേട്ടോ ഇത്. അത് വേറെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇത് നമ്മുടെ ഹുബ്ബളി നഗരത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോകാൻ പറ്റിയ വണ്ടി. അടിപൊളി വണ്ടിയല്ലേ, നല്ല വണ്ടി. എല്ലാ സമയത്തും ഉണ്ട് കേട്ടോ ഇവിടെ ഇത്. ഇനിയിപ്പോൾ അതങ്ങ് അതിലൂടെ പോയി നേരെ തിരിച്ച് ഇതുവഴി ഇങ്ങനെ ഇറങ്ങിപ്പോവും. ഇതന്നെയാണ് നമുക്ക് ആ ഒരു സിറ്റി ഭാഗത്തേക്ക് പോകാനുള്ള ഒരു വഴി. ഒരു ബസ് ഇപ്പോൾ പോയതേ ഉള്ളൂ. ഇത് എല്ലാം ഓട്ടോമാറ്റിക് ഡോറാണ് കേട്ടോ. ആ ഡോറിന്ന് ബസ്സിന്ന് ആൾക്കാർ ഇറങ്ങുമുണ്ടല്ലോ, ആ ഡോറ് തന്നെ തുറക്കുന്നുണ്ട്. ഓ, ഇവിടുന്ന് നമുക്ക് കയറി വരാം കേട്ടോ. ഇവിടെ ബസ് നിർത്തുമല്ലോ, അപ്പൊ അത് ഓട്ടോമാറ്റിക്കലായിട്ട് തുറക്കും. അത് ആ ഒരു ഭാഗം അടിപൊളിയാണ്. എന്തായാലും ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഈ ഒരു ബസ് നേരെ പോകുന്നത് ധർവാഡിലേക്കാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിലല്ലേ ഇത് ഓടുന്നുണ്ട് കേട്ടോ. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഹംപിന്ന് ഹുബ്ബള്ളി വരെ. ഇനി അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കർണാടകയിലെ ഒരു ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ കാഴ്ചകളാണ്. ഞങ്ങൾ ഒരു മാസം മുന്നേ നമ്മുടെ കേരളത്തിൻ്റെ ജനശതാബ്ദി എക്സ്പ്രസ്സിൽ ഒരു യാത്ര ചെയ്യേണ്ടായി. ആകെ പൊട്ടിപ്പൊളിഞ്ഞ കോച്ചുകളുമായി ഓടുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ കേരളത്തിൻ്റേത് നിലവിലിപ്പോൾ. അത് മാറട്ടെ എന്ന് ആദ്യം പറയുന്നു. ഇവർക്ക് ഇവിടെയുള്ളത് നല്ല അടിപൊളി കോച്ചുള്ള ഒരു ജനശതാബ്ദിയാണ്. അപ്പൊ ആ ഒരു ജനശതാബ്ദിന്റെ കാഴ്ചകൾ എന്തായാലും നിങ്ങൾക്ക് ഒന്ന് കാണണ്ടേ. അപ്പൊ ആ ഒരു സമയം എന്ന് വെച്ചാൽ 2 മണിക്കൂർ സമയം നമുക്ക് ഇവിടെ ഹുബ്ബളി ചെലവഴിക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് നേരെ കയറി പോകുന്നത് ബംഗളൂരുവിലേക്കാണ്. അപ്പൊ ആ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ അടുത്ത് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹംപിയിൽ അവിടുന്ന് കയറി വരുമ്പോൾ തന്നെ ഒരുപാട് വിഷമമായി. കാരണം ഉണ്ടല്ലോ, ഞങ്ങള് ഹംപിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തുള്ളൂ. പക്ഷെ എന്താണെന്നറിയില്ല, ഒരു മാസം നിന്നൊരു ഫീൽ അല്ലേ. ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു സ്ഥലം. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.